ഹായ്, ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് കണ്ടോ? ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ ശ്രമിക്കുവാണേ. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഈ തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഐഡിയ ചെയ്താലോ എന്ന്. എനിക്കൊരു ലിപ് ബാം, നാച്ചുറൽ ലിപ് ബാം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഞാൻ നിവിയയുടെയൊക്കെ ലിപ് ബാംസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പല ഫ്ലേവറിലുള്ള ടിൻറ്റിലൊക്കെ ഉള്ളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊരു വിഷമമാണ്, ഇത് ആർട്ടിഫിഷ്യൽ ആണല്ലോ, എപ്പോഴും യൂസ് ചെയ്യുമ്പം ആഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ചു പോകുമോ എന്നൊക്കെ. അപ്പോഴാണ് ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ആലോചിച്ചത്. ബീട്രൂട്ടാണെങ്കിൽ നല്ല ഒരു ജ്യൂസിയാണ്. അത് കുറച്ച് ജ്യൂസൊക്കെ മാറ്റിയാലും നമ്മളൊരു തോരനൊക്കെ വെച്ചാൽ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ കുറേ ജ്യൂസ് കിട്ടുന്നുണ്ട്. നല്ല പ്രസ് ചെയ്തെടുത്താൽ ഒരുപാട് പ്രസ് ചെയ്യൊന്നും വേണ്ട, കുറച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ജ്യൂസായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിനൊരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഒരു ട്രയലായിട്ട് ചെയ്ത് നോക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യണം എന്നൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഓക്കെ, ഞാൻ വിചാരിച്ചു ഇതിനൊന്ന് മൈക്രോവേവിലൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിനെ കുറച്ച് കൂടുതൽ നാൾ വെക്കാൻ പറ്റും എന്നൊക്കെ ഒരു തോന്നൽ. അങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കി. ഈ ജ്യൂസ് മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ്സ് വെച്ച് ഞാനൊന്ന് ചൂടാക്കി. അപ്പോൾ സ്റ്റീമൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ അതെടുത്ത് പുറത്തെടുത്തിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഇനിയും ഒരുപാടുണ്ടല്ലോ, അത് റിമൂവ് ചെയ്യണം. അതിനൊരു പാനിൽ വെച്ച് സ്റ്റൗവിൽ വെച്ച് അത് ഹീറ്റ് ചെയ്തു. അപ്പോൾ ആ ഹീറ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിലൊരു 3-4 ഡ്രോപ്സ് കോക്കനട്ട് ഓയിലും കൂടി ഇട്ട്. ഭയങ്കര സൗണ്ടല്ലേ, സോറി കേട്ടോ ഈ സൗണ്ടിന്. ഓക്കെ, ഇത് ഡ്രൈ ആയി, കോക്കനട്ട് ഓയിലൊക്കെ ചേർത്ത് ഡ്രൈ ആയി. എന്നാലും ഇനി ഇതിനകത്ത് കുറച്ചുകൂടെ മോയ്സ്ചർ വേണം. അതുകൊണ്ട് ഞാൻ വാസലിൻ ഉപയോഗിച്ചു. വാസലിനകത്തുനിന്ന് ഒരു സ്പൂൺ യൂസ് ചെയ്തു. ആക്ച്വലി ഒരു ഫുൾ സ്പൂൺ ഇല്ല, എന്നാലും കുറച്ചുകൂടെ വേണമെങ്കിലും കുറയ്ക്കാമായിരുന്നു കേട്ടോ. ഒരു ഹാഫ് സ്പൂണൊക്കെ മതി. അപ്പോൾ വാസലിൻ മെൽറ്റ് ചെയ്യും പെട്ടെന്ന്, ഹോട്ടായതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റ് ചെയ്യും. അത് റെഡിയായി, കണ്ടില്ലേ? വലിയ കണ്ടെയ്നറായിപ്പോയി. ഒരു ചെറിയ കണ്ടെയ്നർ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ടെക്സ്ചറും കളറും ഒക്കെ. ഞാനിങ്ങനെ ചുണ്ടിൽ തേച്ച് നോക്കി, കൊള്ളാം, വെരി നൈസ്. അത് റെഫ്രിജറേറ്റ് ചെയ്യാൻ പറ്റും, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം മോർ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ബൈ.